ആദത്തിന്റെ ആദ്യ ഭാര്യ ലിലിത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തൻ്റെടിയായി ലിലിത്തിനെ ഓടിച്ചു വിട്ട ശേഷമാണ് ആദമും ഹവ്വായും വിവാഹം കഴിക്കുന്നത്. ബൈബിളിൽ നിന്നും ലിലിത്തിന്റെ പേര് മായ്ച്ചു കളഞ്ഞു എന്നൊക്കെ പലരും പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷെ ലിലിത്ത് ആദത്തിന്റെ ഭാര്യയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഇത്തരം കഥകൾക്കൊന്നും ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇതൊക്കെ വെറും നാടോടി കഥകളാണ്. ഉൽപ്പത്തി പുസ്തകം എഴുതപ്പെട്ട് 1500 വർഷങ്ങൾക്ക് ശേഷം, അതായത് യേശുവിനും 800 1000 വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട വെറും നാടോടി കഥകൾ. ലിലിത്ത് എന്നൊരു പദം ബൈബിളിലുണ്ട്, പക്ഷേ അത് ഉൽപ്പത്തി പുസ്തകത്തിലല്ല, ഏഷ്യ 34:14 ഈ പദം ആദാമിന്റെ ഭാര്യയെ സൂചിപ്പിക്കാനല്ല കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് വിജനമായ സ്ഥലങ്ങളിൽ വസിക്കുന്ന മൂങ്ങയെപ്പോലെയൊക്കെയുള്ള പൈശാചിക സ്വഭാവമുള്ള ഏതോ ഒരു രാത്രി ജീവിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത്. ഈ വിവരണം വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ 34 അധ്യായം മുഴുവനായിട്ട് ഒന്ന് വായിക്കണം. ഏദോം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ നാശത്തെക്കുറിച്ചിട്ടുള്ള പ്രവചനമാണിത്. നമ്മൾ ഈ പ്രേത നഗരം എന്നൊക്കെ പറയാറില്ല, സമാനമായൊരു വിവരണമാണ് ഏഷ്യ 34 വളരെ വിവിഡായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു വിവരണമാണിത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ചുമ്മാ വായിച്ചു പോകാതെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഭാവനയിൽ ഒന്ന് ഇമാജിൻ ചെയ്യണം. ചില സിനിമകളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളോ നഗരങ്ങളോ ഒക്കെ ചിത്രീകരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മൊത്തത്തിൽ മാറാല പിടിച്ച് കിടക്കുന്നു, ആകപ്പാടെ ഒരു ശ്മശാന മൂകത, എങ്കിലും ഓരോ ചെറിയ ശബ്ദവും നമ്മളെ പേടിപ്പിക്കും. വവ്വാലുകളൊക്കെ എവിടുന്നോ പറന്നു പോകുന്നു, എവിടെ നിന്നോ ഒരു കറുത്ത പൂച്ച പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടെ ചാടി വീഴുന്നു. ആകപ്പാടെ തകർന്നടിഞ്ഞൊരവസ്ഥ അല്ലേ? കാണുന്നവർക്ക് വല്ലാതെ ഒരു ഭീതി മനസ്സിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സെറ്റിങ്ങുകൾ ഉപയോഗിക്കുന്നത്. സമാനമായൊരു അന്തരീക്ഷമാണ് ഏഷ്യ 34 ഏദോം എന്ന രാജ്യത്തിൻ്റെ നാശത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്. കഴുകനും മുള്ളൻപന്നിയും അത് കൈവശമാക്കും, മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും, അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടികൾ വളരും, ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ. മതിലുകളൊക്കെ ഇടിഞ്ഞ് ഒളിഞ്ഞ് കിടക്കുന്നു, അവിടെ മുൾച്ചെടികൾ കിളിർത്ത് കിടക്കുന്നു. സങ്കല്പിക്കുക, അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷികളുടെ താവളവുമായി മാറും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും തമ്മിൽ ഏറ്റുമുട്ടും, കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. ഇതൊക്കെ ഒന്ന് ഭാവനയിൽ കാണുമ്പോഴാണ് ഗ്രന്ഥകാരൻ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രമാറ്റിക് ഫീല് നമുക്ക് കിട്ടുന്നത്. ഈ ഭീകരമായ ഒരു വിവരണങ്ങളുടെ കൂട്ടത്തിലാണ് അവിടെ ലിലിത്ത് വന്ന് പാർക്കുമെന്ന് പറയുന്നത്. അതായത് മൂങ്ങയെപ്പോലെയുള്ള ഒരു രാത്രി ജീവി, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രമല്ല, ഈ ലിലിത്ത് എന്ന് പറയുന്നത് ഒരു ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സംഭവമേ അല്ല. ഈ ലിലിത്തിന്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് പുരാതന മെസപ്പൊട്ടോമിയൻ മിത്തുകളിലാണ്. ഈ ലിലിത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ത്രീയുടെ പേരല്ല, മറിച്ച് ഒരു ക്ലാസ് ഓഫ് ഡീമൺസിന്റെ പേരാണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ ചാത്തൻ എന്നൊക്കെ പറയാറില്ല, അല്ലെങ്കിൽ യക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ. ഈ യക്ഷി എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു പ്രത്യേക യക്ഷിയുടെ പേരല്ലല്ലോ, മൊത്തത്തിൽ ആ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. കൂടാതെ ആൺ യക്ഷി, യക്ഷൻ എന്ന് പറയും, പെൺ യക്ഷി ഒക്കെ ഉണ്ട്. സമാനമായ രീതിയിൽ ഈ ലിലിത്ത് എന്ന് പറയുന്നത് ആൺ ലിലിത്ത്, ലിലുവും പെൺ ലിലിത്ത്, ലിലിത്തുവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ഡീമൺസ് ആണ്. ഇതിൽ ലിലു എന്നത്, അതായത് ആൺ ലിലിത്ത്, സ്ത്രീകളെ വേട്ടയാടുന്ന പുരുഷ പിശാചാണ്. അതുപോലെ തന്നെ ലിലിത്തു, പെൺ ലിലിത്ത്, പുരുഷന്മാരെ വേട്ടയാടുന്ന പെൺ പിശാചാണ്. വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ സെക്ഷുവലി ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആത്മാക്കളാണ് ഇവരെന്നൊക്കെയുള്ള വിശ്വാസങ്ങളും മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനിവിടെ ഇരുന്ന് യക്ഷിനെ കുറിച്ച് പറയുന്നത് യക്ഷിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടല്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കൂട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുവെന്ന് മാത്രം. അതുപോലെ തന്നെ ഇത്തരം മെസപ്പൊട്ടോമിയൻ മിത്തുകളായിട്ടുള്ള ലിലിത്തിലൊന്നും വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കില്ല ഏഷ്യ ഇവിടെ ലിലിത്തിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഏദോം എന്നൊരു രാജ്യം നശിച്ച് ഒരു പ്രേത നഗരമായി തീരുന്നതിൻ്റെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വിവരണങ്ങളാണ് ഇവിടെ നൽകുന്നത്. അതിനിടയിൽ ഇവിടെ ലിലിത്ത് വന്ന് പാർക്കും എന്നൊരു പരാമർശം നടത്തിപ്പോകുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ദേശം കുട്ടിച്ചോറായി തീരും, പ്രേത നഗരമായി തീരും, പ്രേതങ്ങളും ലിലിത്തും യക്ഷിയും പക്ഷിയുമൊക്കെ ആയിരിക്കും അവിടെ വന്ന് താമസിക്കുക എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. ഇനി മറ്റൊരു രസകരമായ കാര്യം,
ഇൻകാൻറ്റേഷൻ ബൗൾസ്, അതായത് മൺപാത്രങ്ങളുടെ ഉൾവശത്ത് ലിലിത്തിനെ പോലെയുള്ള ദുഷ്ടശക്തികളെ ഓടിക്കാൻ വേണ്ടി മന്ത്രങ്ങൾ എഴുതി വയ്ക്കുന്ന രീതി. ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബഹുരസമാണ് കേട്ടോ. ഒരു തരം സിംബോളിക് ആയിട്ടുള്ള ഡിവോഴ്സ് ലെറ്റേഴ്സുകളാണ് പലതും. ലിലിത്തെ, നിന്നെ ഞാനിതാ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു, ഇനി തൊട്ട് എന്നെ, എൻ്റെ ഭാര്യയെ, എൻ്റെ കുടുംബത്തെ ഒന്നും ശല്യപ്പെടുത്തരുത്, ദൂരപ്പോ എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതുപോലെ തികച്ചും അന്ധവിശ്വാസങ്ങളും നാടോടിക്കഥകളും അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രചരണങ്ങൾക്കൊന്നും ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലിലിത്ത് ആദാമിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള കഥകളൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ യേശുവിനും 8-10 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടിട്ടുള്ള ആൽഫബറ്റ് ഓഫ് ബെൻസിറ എന്നൊരു പുസ്തകത്തിലൂടെയാണ്. ലിലിത്ത് എങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജന്മമായി മാറി എന്നതിനെ കുറിച്ചൊക്കെയുള്ളൊരു വിവരണം, ഒരു വ്യാഖ്യാനമാണ് ആ ഒരു കഥ. അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ആദിയിൽ സ്ത്രീയെയും പുരുഷനെയും സമാന്മാരായി സൃഷ്ടിക്കുന്നു. ആദത്തിൻ്റെ ആദ്യ ഭാര്യയായ ലിലിത്ത് ശാരീരിക ബന്ധത്തിൽ കീഴടങ്ങലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അടിയിൽ കിടക്കാൻ വിസമ്മതിക്കുന്നു. തുടർന്ന് അവൾ ചെങ്കടലിലേക്ക് ഓടിപ്പോകുന്നു. തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കുറച്ച് മാലാഖമാർ പോകുന്നുണ്ട്. അവരോട് അവൾ പറയുന്നത്, എന്നെ വെറുതെ വിട്, ഞാൻ കുട്ടികളിൽ രോഗമുണ്ടാക്കാനായിട്ട് മാത്രം ജനിച്ചവളാണ്. ഇങ്ങനെയാണ് ആ നാടോടി കഥയിൽ ലിലിത്ത് ഒരു പൈശാചിക കഥാപാത്രമായിട്ട് മാറുന്നത്. എന്നാൽ ഇന്ന് പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ട കരുത്തുറ്റ സ്ത്രീ കഥാപാത്രം എന്ന നിലയിൽ ഫെമിനിസത്തിൻ്റെ പ്രതീകമായിട്ട് പലരും ലിലിത്തിനെ ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പെൺകുട്ടികൾക്ക് ലിലിത്ത് എന്ന പേരിടുന്നത് ഇപ്പോഴൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പാവം മെസ്സപ്പൊട്ടോമിയക്കാർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഏതായാലും യക്ഷിയെന്നും കള്ളിയങ്കാട്ട് നീലി എന്നുമൊക്കെ നമ്മുടെ പെൺപിള്ളേർക്ക് പേരിടുന്ന മനോഹരമായ നല്ല നാളേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ബൈബിളിൽ നിന്നും ലിലിത്തിൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നത് വെറും കോൺസ്പിരസി തിയറികൾ മാത്രമാണ്. ഈ ഒരു വാദത്തിന് ഏതെങ്കിലും രീതിയിലുള്ള മാനുസ്ക്രിപ്റ്റ് എവിഡൻസുകളോ ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളോ ഒന്നുമില്ല. ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട ഒരു നാടോടി കഥയുടെ പേരില്ല. അതിനും 1500 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഈ ലിലിത്തിൻ്റെ പേര് വെട്ടിമാറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഒന്നൊന്നര കോമഡിയാണ് കേട്ടോ. പണ്ട് ഇന്നസെൻ്റ് ഒരു സിനിമയെ പറഞ്ഞ മാതിരി ഞങ്ങൾ ഓൾറെഡി അരമണിക്കൂർ മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞ് വേണമെങ്കിൽ അത് 1 മണിക്കൂർ മുമ്പേ ആക്കാം എന്ന് പറയുന്നത് പോലത്തെ ക്ലാസിക് കോമഡിയാണത്.